ഹലോ മക്കളെ, ഷമീം സാറാണ്. അപ്പോൾ നമ്മുടെ ഓണപ്പരീക്ഷ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഷമീം സാർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ പുറകിൽ കാണുന്ന കമൻസ് മക്കളെ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്താണ്. കഴിഞ്ഞ കുറച്ച് എക്സാംസ് അത് എല്ലാ ക്ലാസ്സിലും പൊതുവെ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ള കുറച്ച് കമൻസ് ആണിത്. ഓക്കെ, നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു, നേരത്തെ കണ്ടാൽ മതിയായിരുന്നു, ലൈവ് ക്ലാസ്സുകൾ മാരത്തോണുകളൊക്കെ നേരത്തെ കണ്ടാൽ മതിയായിരുന്നു ഒരാൾ അഭിപ്രായപ്പെടുമ്പോൾ. ബേസിക്സ് അറിയില്ല, ബട്ട് 36+ മാർക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ വേറൊരാൾ. അതുപോലെ തന്നെ സെയിം അഭിപ്രായം തന്നെ വേറൊരാൾക്കും കൂടി ഉണ്ട് അല്ലേ. ബേസിക്സ് അറിയാത്തതുകൊണ്ട് 34 മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പോയി സാറേ എല്ലാം പോയി, തോറ്റവർ ലൈക്കടി, എന്നാൽ SS ഈസി ആവുന്നുള്ള രീതിയിൽ ടിപ്പുകൾ വരെ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ കമൻറ്റ് സെക്ഷനിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഹിന്ദിയുടെ മാത്രം കാര്യമല്ല കേട്ടോ. ഈ ഭാഗത്ത് കമൻസ് എന്ന് പറയുമ്പോൾ അത് സോഷ്യലിൻ്റെയും അതുപോലെ തന്നെ മാത്സിൻ്റെയൊക്കെ എക്സാം കഴിഞ്ഞ പാട് ആൻസർ കീ പോകുന്ന സമയത്ത് ഓരോ ചോദ്യങ്ങളുടെ ഉത്തരം ഇതായിരുന്നല്ലേ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ പല കുട്ടികളും കമൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തുള്ളത്. എല്ലാ ചാനലും മിക്സഡാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2-3-4 കമൻസ് ഇവിടെ കാണിച്ച് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഓരോ ലൈവിൻ്റെയും എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന കമൻസ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് ഇടേണ്ടി വരുന്നത്? നിങ്ങൾ എന്തോ ലാക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, നിങ്ങൾ എന്തോ ലാക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തോ മിസ്സായി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സാം വളരെയധികം ബുദ്ധിമുട്ടാവുന്നത്. ഫാക്ടേഴ്സ് വേറെയുണ്ട്. എക്സാം എന്താ പറയുക ടഫ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പാറ്റേൺ മാറിയിട്ടുണ്ട്, സിലബസ് മാറിയിട്ടുണ്ട്, അതൊക്കെ ഓക്കെ അല്ലേ. അതേപോലെ തന്നെ ഒരു ദിവസം 2 എക്സാം, ഇപ്പോൾ 10ാം ക്ലാസ്സിലാണെങ്കിൽ സോഷ്യൽ സയൻസും ഹിന്ദിയും ഒരുമിച്ച് വന്നു, അതുകൊണ്ട് പ്രയാസം ഉണ്ടായിട്ടുണ്ട് എന്ന് പല കുട്ടികൾ അഭിപ്രായപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ സയൻസിൻ്റെ എക്സാം വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പേപ്പറിൻ്റെ പ്രശ്നം കൊണ്ടല്ല, പക്ഷേ ഒരു ദിവസം 2 എക്സാം വന്നതുകൊണ്ട് 2 വിഷയവും ശരിക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നം കുട്ടികൾ അഭിമുഖീകരിച്ചിട്ടില്ലേ. അതേപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ ഓൾറെഡി അറിയാമായിരുന്നു. നമുക്ക് ടൈം ടേബിൾ എക്സാമിൻ്റെ തലേ ദിവസം അല്ലല്ലോ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തോ ഒന്നും ലാക്ക് ആയിട്ടുണ്ട്, നമ്മൾ എന്തോ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി പ്ലാൻ അത് തന്നെയാണ്. നമ്മൾ എക്സാമിന് മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്ലാനുകൾ അനുസരിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും എപ്പോഴാണ് പഠിച്ച് തീർക്കേണ്ടത് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവുകളൊക്കെ നമ്മൾ എപ്പോഴോ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ലൈവുകളൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ആയിരിക്കും ഈ വർഷത്തെ ഓരോ എക്സാംസും. നമുക്കിനി ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്, അതും ഇതേ പാറ്റേൺ ആയിരിക്കും. ഇതിനേക്കാൾ ഒന്നുകൂടി ടഫറായിരിക്കും ക്രിസ്മസ് എക്സാം. സാധാരണ ഓണം എക്സാം കുറച്ച് ഈസി ആയിരിക്കും, പക്ഷേ ഓണം എക്സാമിൽ തന്നെ കുറച്ച് പേർക്കെങ്കിലും ഈ എക്സാം വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ക്രിസ്മസ് എക്സാമിന് നമ്മൾ ഇപ്പോൾ ചെയ്തത് പോരാ, അതിൻ്റെ ഡബിൾ എഫേർട്ട് നമ്മൾ എടുക്കണം എന്നുള്ള ഒരു സന്ദേശം. ആക്ച്വലി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു എക്സാം, ഈ ഒരു ടഫായിട്ടുള്ള ഒരു എക്സാം നമ്മുടെ ആനുവൽ എക്സാമിനാണ് വന്നത് എങ്കിലോ, SSLCക്കാർക്ക് മോഡൽ എക്സാമിനാണ് അല്ലെങ്കിൽ ആനുവൽ എക്സാമിനാണ് ഇത്തരത്തിലൊരു ടഫ്നെസ് കൊണ്ടുവന്നെങ്കിൽ എല്ലാവരും ഈ പരീക്ഷ ഇട്ട ആളുകളെ എന്ത് ചെയ്യും, പഠിക്കുമായിരുന്നു. ഇതുവരെ എന്ത് ചെയ്തു, ഫസ്റ്റ് ടൈമിലേ ടഫാക്കി. ഫസ്റ്റ് ടൈമിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം +1 +2 ഈ ഒരു സമയം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവസാനം മോഡൽ എക്സാം ഈസി ആക്കിയിട്ട് പബ്ലിക് എക്സാം കൊണ്ടുപോയിട്ട് ടഫാക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. നല്ലൊരു സൈൻ തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് ആനുവൽ എക്സാമിന് ഫുൾ മാർക്കിലേക്ക് അല്ലെങ്കിൽ A+ലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. തീർച്ചയായിട്ടും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും മക്കളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങൾ ഈ പരീക്ഷയിൽ തോറ്റുപോയോ? മക്കളെ ഞാൻ പറയും നിങ്ങൾ തോറ്റുപോയിട്ടില്ല. ഓക്കെ, നിങ്ങൾ തോറ്റുപോയിട്ടില്ല. നമുക്ക് പുതിയ സിലബസ് വന്നു. ഇപ്പോൾ 6, 8, 10 ക്ലാസ്സുകളൊക്കെ പുതിയ സിലബസ് വന്നു. നമുക്കൊന്നും അറിയില്ല. ടീച്ചേഴ്സ് പോലും ഇമാജിൻ ചെയ്യാത്ത അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാത്ത ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2ാമത്തെ എക്സാം ആയുള്ള നമ്മുടെ ക്രിസ്മസ് എക്സാം പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരു രീതിയിലായിരിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് ഒരു കാര്യം, ഒരു ധാരണ നമുക്ക് കിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ചാൻസ് പോയെങ്കിൽ പോട്ടെ മക്കൾ. ഇതിപ്പോൾ എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. കുറച്ച് പേർക്ക് അല്ലെങ്കിൽ ഒരു 50% എബോവ് കുട്ടികൾക്കെങ്കിലും ഇപ്പോൾ നടന്ന ഓണപ്പരീക്ഷ ചില വിഷയങ്ങളെങ്കിലും ടഫ്
ആയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ടഫ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, അത് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ തരാൻ അത് ഉപകരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ കമൻസും വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്കൊരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. യെസ്, തീർച്ചയായിട്ടും സെക്കൻഡ് ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ചാൻസിൽ നമ്മൾ വീണു പോയെന്ന് കരുതി ഇതൊന്നിൻ്റെ അവസാനമല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മാർക്ക് നിങ്ങൾ വിചാരിച്ച അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് കരുതി ആരും നിരാശരാവേണ്ടതില്ല. നമുക്കിനിയും എക്സാംസ് വരാനുണ്ട്. എസ്പെഷ്യലി ഹിന്ദി ആണെങ്കിലും അല്ലെ, അതുപോലെ തന്നെ സോഷ്യൽ ആണെങ്കിലും മാത്സ് ആണെങ്കിലും സയൻസ് സബ്ജക്റ്റുകളാണെങ്കിലും എല്ലാത്തിനും നമുക്കിനി എന്ത് ചെയ്യാണ്ട് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ, ഇനിയും ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടെ ചെയ്യുന്നുള്ളൂ, കുറയുന്നില്ല. അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിസ്മസ് എക്സാമിനും അതുപോലെ പബ്ലിക് എക്സാമിനും നമുക്ക് ഫുൾ മാർക്കിലേക്ക് അല്ലെങ്കിൽ A+ലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നേ ഉള്ളൂ, പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി പോവുക എന്നുള്ളതാണ് അല്ലേ. ഏതൊക്കെ ചാപ്റ്റേഴ്സ് എപ്പോഴൊക്കെ പഠിച്ചു തീർക്കണം. അവസാന സമയത്ത് മാരത്തോൺ സമയത്ത് നമ്മൾ എന്താ പറയുക, റിവിഷന് വേണ്ടി ആയിരിക്കണം ലൈവിൽ വരേണ്ടത്. റിവിഷന് വേണ്ടി, അതിന് മുമ്പ് നമ്മളെല്ലാം പഠിച്ച് സെറ്റായിട്ടുണ്ടാവണം. അപ്പോൾ അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ക്ലാസ്സിലും നമ്മൾ ബാച്ചുകൾ കൊടുക്കുന്നുണ്ട്. 6ാം ക്ലാസ് മുതൽ +2 വരെ നമുക്ക് ഓൺലൈനായിട്ട് ബാച്ചുകളുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ്. ഇപ്പോൾ ഈ ബാച്ചിൻ്റെ പ്രൊമോഷനായിട്ടൊന്നും നിങ്ങൾ കാണേണ്ടതില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ ബാച്ചിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകണം. കാരണം എക്സാം നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ എല്ലാം ടഫാണ്. ഇനി അങ്ങോട്ട് ടഫാവും. ഫുൾ A+കളുടെ എണ്ണം കുറയും, വിജയശതമാനം കുറയും, അത് ഉറപ്പാണ്. ആ ഒരു എന്താ പറയുക, മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോകുന്നവരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലാസ്സുകളും നമ്മൾ തന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഓണം ഓഫറൊക്കെ ഉണ്ട്. ഓരോ ക്ലാസ്സിൻ്റെയും ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6ാം ക്ലാസ് മുതൽ +2 വരെ നമുക്ക് എന്തുണ്ട്, ബാച്ചുകളുണ്ട്. താല്പര്യമുള്ള മക്കളെല്ലാവരും നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഓണപ്പരീക്ഷ കഴിഞ്ഞു, ഇനി വെക്കേഷൻ സമയമൊന്നും വെറുതെ കളയേണ്ടതല്ല. ഓക്കെ, മക്കൾ മനസ്സിലാക്കുക. അപ്പോൾ നല്ല മാർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് സമൂഹത്തിൽ നല്ല രീതിയിൽ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഒരു 18 വയസ്സ് വരെ വീട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അധ്വാനിക്കണം. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ആരും ഉന്തി തള്ളി പറഞ്ഞേക്കാൻ പോകുന്നില്ല. ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. +1 ഇഷ്ടപ്പെട്ട സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക തന്നെ വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഡിഗ്രിയിലേക്കൊക്കെ എത്തുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടായി മാറും. ഓക്കെ, നല്ല ജോലി കിട്ടണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം, നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണം. അപ്പോൾ അത് കുഞ്ഞു പ്രായത്തിലെ നമ്മൾ എന്ത് ചെയ്യണം, 6ാം ക്ലാസ്സിലാണെങ്കിലും ഏത് ചെറിയ ക്ലാസ്സിലാണെങ്കിലും ആ ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടാവണം. നല്ലവണ്ണം പഠിച്ചാലേ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാവണം. അപ്പോൾ നിങ്ങളുടെ കൂടെ എന്നും എക്സാം വിന്നർ ഫാമിലി ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള മക്കളെല്ലാവരും എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഓഫർ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവരും കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. ഓണം എക്സാമിന് നമുക്ക് പറ്റിയ ഒരു അബദ്ധം ഇനിയുള്ള എക്സാംസിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങിയ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇനി എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാൻ മറന്നു വരുത്. നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ഓണം എക്സാം ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏതാണ് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം മക്കളെ. ടാറ്റ, ബൈ ബൈ.